ശ്രീ പി രംഗനാഥൻ ക്രിക്കറ്റ് വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ രംഗനാഥൻ, നമ്മൾ നേരത്തെ ഈ വിഷയം സംസാരിച്ചതാണ്. അന്ന് കടുംപിടുത്തത്തിലായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ആ നിലപാട് മാറ്റിയിരിക്കുന്നു ക്രിക്കറ്റ് ബോർഡ്. ഇന്ത്യക്കെതിരെ കളിക്കാതിരുന്നാൽ കനത്ത നഷ്ടമുണ്ടാകുന്നത് പാക് ക്രിക്കറ്റ് ബോർഡിന് തന്നെയാണ്. ആ ഒരു യാഥാർത്ഥ്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തീരുമാനമെന്ന് കരുതണം, അല്ലേ? തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് പാകിസ്ഥാനിൽ ഇനി തുടർന്ന് കളിക്കണമെങ്കിൽ സാമ്പത്തികമായിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും എല്ലാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിന് ഒരു വലിയൊരു കടമ്പയാണ്. ഇപ്പൊ ഇവരെ ഇന്ത്യക്കെതിരെ കളിക്കാതെ പോയി കഴിഞ്ഞാൽ വരുന്ന നഷ്ടം അവർക്ക് നികത്താൻ സാധിക്കില്ല. അപ്പൊ പാകിസ്ഥാൻ തീർത്തും അവർ സറണ്ടർ ആയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ICC വെച്ച നിബന്ധനകൾ പാകിസ്ഥാന് ഒരു ഫൈനൽ വാർണിംഗ് ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് ICC തയ്യാറായിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർത്തും ഒരു നാണംകെട്ട ഒരു കാര്യത്തിൽ നിന്ന് അവർ വന്നിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. പാകിസ്ഥാന് വേറെ ഒരു നിവൃത്തിയില്ല. കളിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായിട്ട് വരുന്ന നഷ്ടം, അത് മാത്രമല്ല ഏറെ ഉറ്റുനോക്കുന്ന, ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ മീഡിയ റൈറ്റ്സ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ മത്സരത്തില്, ഈ ലോകകപ്പിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. എങ്കിൽ തന്നെയും പാകിസ്ഥാൻ പിന്മാറിയപ്പോഴും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ലോകകപ്പിൽ ഉണ്ടായില്ല. ഇപ്പൊ പുതിയ ടീമുകളൊക്കെ USA പോലെയുള്ള ടീമുകൾ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൂടെ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് മാറ്റങ്ങൾ വന്നു. എന്തായാലും പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും കീഴടങ്ങിയിരിക്കുന്നു, വീണ്ടും സറണ്ടർ ആയിരിക്കുന്നു എന്ന് വേണം അവരുടെ ഈ തീരുമാനത്തിനോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, നന്ദി ശ്രീ പി രംഗനാഥൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.